നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജും തൃണമൂൽ സ്ഥാനാർത്ഥി PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അൻവർ തൃണമൂലിന്റെ പിന്തുണയോടെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ബാനറിൽ മത്സരിക്കും. ജൂൺ 13 മുതൽ 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കാൻ മുഖ്യമന്ത്രി. ആര്യടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട്. ഇരു മുന്നണി നേതാക്കൾക്കുമെതിരെ ഭീഷണിയുമായി PV അൻവർ, ആര്യടൻ ഷൗക്കത്ത്, മുഹമ്മദ് റിയാസ്, VD സതീശൻ എന്നിവർ തനിക്കെതിരെ വ്യക്തിഹത്യ തുടർന്നാൽ തെളിവുകൾ പുറത്തുവിടുമെന്ന ഭീഷണി. നവകേരള സദസ്സിന്റെ പേരിൽ റിയാസ് കരാറുകാരെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തത് കോടികളെന്ന് അൻവർ. PV അൻവർ അടഞ്ഞാധ്യായമെന്ന് അടൂർ പ്രകാശ്. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വൻ വിള്ളൽ രൂപപ്പെട്ടത് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം. വിള്ളൽ ടാർ ഒഴിച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് മൂടിയും മറച്ചുവെന്ന നിലയിൽ. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 35 ആക്റ്റീവ് കേസുകൾ. മുന്നൊരുക്കങ്ങൾ കടുപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആശുപത്രികളിൽ ആവശ്യമായ കിടക്കകളും ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കാൻ നിർദ്ദേശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കുന്നു. 35 കേസുകളും അവസാനിപ്പിക്കുന്നത് മൊഴി നൽകിയവർക്ക് തുടർ നടപടികൾക്ക് താൽപര്യമില്ലാത്തത് കൊണ്ടെന്ന് അന്വേഷണ സംഘം. 21 കേസുകൾ അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. തടഞ്ഞത് ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ അറസ്റ്റ്. കേസിൽ ഹൈക്കോടതി വിജിലൻസിന്റെ വിശദീകരണം തേടി. കേസ് ഈ മാസം 11 വീണ്ടും പരിഗണിക്കും. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണവുമായി ഹൈക്കോടതി. സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നിവരുടെ പേരുകൾക്ക് പകരം മാതാപിതാക്കളെന്ന് ചേർക്കണം. നിർണായക ഉത്തരവ് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ. IPL-ൽ ഇക്കുറി കന്നി കിരീടത്തിനായുള്ള പോരാട്ടം. ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടും. പഞ്ചാബിന്റെ ഫൈനൽ പ്രവേശനം മുംബൈയെ 5 വിക്കറ്റിന് തകർത്ത്. 41 പന്തിൽ 87 റൺസുമായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളിയിലെ താരം. ഫൈനൽ മത്സരം നാളെ രാത്രി 7:30 അഹമ്മദാബാദിൽ.